ഞാൻ പല എൻ്റെ എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, ന്യൂമറോളജി അനുസരിച്ച് നമ്മുടെ കുട്ടിക്ക് നല്ല പേരിടുക, എസ്പെഷ്യലി ഭഗവാന്റെ പേരിടുക, ഭഗവതിയുടെ പേരിടുക. ശിവ, ലക്ഷ്മി, കൃഷ്ണ എന്നൊക്കെ നമ്മൾ പേരിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, നമ്മൾ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഭഗവാനെ കൂടെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം കൃഷ്ണകുമാർ എന്നൊരു കുട്ടിയുടെ പേരാണെങ്കിൽ നമ്മൾ കൃഷ്ണ 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 എന്ന് വിളിച്ച അവസാനം കിച്ചാന്നാകും. എന്നിരുന്നാലും കൃഷ്ണ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം വിളിക്കും, എത്ര കുട്ടികൾ വിളിക്കും, എത്ര കൂട്ടുകാർ വിളിക്കും. സോ പവർ അങ്ങനെ ജനറേറ്റ് ചെയ്യാം. അതുപോലെ പെൺകുട്ടികളുടെ പേര് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ മഹാലക്ഷ്മി വിളിക്കുന്നു. അതൊരു പ്രാർത്ഥന കൂടിയാണ് ആ ജീവിതത്തിൽ. ഞാൻ ഒരു ദിവസം ഒരു മിനിമം 6-7 പേർക്കെല്ലാം അവരുടെ ജനിച്ച കുട്ടികൾക്ക് പേരിട്ട് കൊടുക്കാറുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഭഗവാന്റെ നാമങ്ങൾ വന്നുള്ള പേരുകൾ എനിക്ക് സെലക്ട് ചെയ്യാൻ തരാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും എനിക്ക് അയച്ചു തരുന്ന പേരുകളെല്ലാം ഗൂഗിളിൽ നിന്ന് അവിടെ നിന്നൊക്കെ എടുത്ത് അയച്ചു തരുന്ന പേരുകളാണ്. നാം പോലും കേൾക്കാത്ത പേരുകളാണ്. നമുക്ക് ചില പേരുകൾ കണ്ടിരുന്നാൽ ആ പേരിൽ വെച്ച് തന്നെ ഇയാൾ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് പറയാം. പക്ഷേ ഈ പേരുകളിൽ അവൻ ആരാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പേരുകൾ ഗൂഗിളിലുണ്ട്. അതിൻ്റെ അർത്ഥവും ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് സാർ ഈ പേര് ഞാൻ ചോദിക്കും ചിലപ്പോൾ, ഈ പേരിൻ്റെ അർത്ഥം എന്താണ് സാർ? അത് ഗൂഗിളിൽ കിടക്കുന്നത് കീർത്തിയാണ് അല്ലെങ്കിൽ ബ്രൈറ്റ് ആണെന്നൊക്കെയാണ്. ഓക്കെ, ആയിക്കോട്ടെ, അവൻ്റെ ഇഷ്ടമല്ലേ. അവൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേരുകളിൽ നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ എങ്ങനെ പേരിടണം എന്നുള്ളതല്ല, അത് ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞു. ന്യൂമറോളജി അനുസരിച്ച് ഓരോ ലെറ്ററിനും ഓരോ വിലയുണ്ട്. ആ വാല്യൂ കണക്കാക്കി തന്നെ പേരിടുന്നത് നന്നായിരിക്കും. വലിയ ദോഷമൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല, ചെയ്തതായി റിപ്പോർട്ടുമില്ല. ഇനി എന്തെങ്കിലും റിപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൂടെ പറഞ്ഞാലല്ലേ നമുക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും സാർ നന്നായിരുന്നു അതൊന്നും പറയത്തില്ല, അത് നമ്മുടെ ജനം. ഇനി ഇവിടെ ചോദ്യം അതല്ല, എപ്പോഴാണ് കുട്ടിക്ക് പേരിടേണ്ടത്? ഇന്ത്യ ഒഴിച്ച് വിദേശ രാജ്യങ്ങളിലെല്ലാം ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തന്നെ പറഞ്ഞു തരാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ നല്ലൊരു പേര് നേരത്തെ ആ കുട്ടിക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം. ന്യൂമറോളജി അനുസരിച്ച് തന്നെ വയ്ക്കാം. ധാരാളം പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ ലിംഗം എന്താണെന്നൊക്കെ പറയാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് 48 മണിക്കൂറിനകത്ത് കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ നമ്മൾ പേര് കൊടുക്കണം. അങ്ങനെ പേര് കൊടുക്കുക ഒന്ന്. അപ്പോൾ പേരിട്ട് കഴിഞ്ഞു. പിന്നെ ഒഫീഷ്യലായിട്ട് 28ൻ്റെ അന്നാണ് നാം പേര് വിളിക്കുന്നത്. അപ്പോൾ 28ന് മുമ്പേ പേര് സെലക്ട്